ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറേ നാളെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യായിരുന്നു, വൈഷുവിന് വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതല്ലേന്ന് വെച്ചിട്ട് അതെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഓക്കെ ആയത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതികളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നൊരു കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ മിക്കവാറും കുക്കിംഗ് വീഡിയോ ഞാൻ പറയത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടൻ വീട്ടിലുള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ വൈഷുവിന് സ്കൂളിൽ പോകണം. രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക, എന്തെങ്കിലും അപ്പോ ദോശ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുക, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ ഏട്ടനും റെഡിയാവും, ഏട്ടനും പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ വാവയുടെ ബഹളമായിരിക്കും. വാവ പിന്നെ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. വാവ എന്തിയേ? അടുത്താള് വന്നത് എന്താ വേണം? പഴോ? പഴം വേണോ? പഴം ഉണ്ടോ? എന്തേ എന്തേ? കുഞ്ഞിപ്പഴം. പഴം വേണോ നമുക്ക്? ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞിക്കൊലയാണ് കേട്ടോ. പഴുത്തത് കളർ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പഴം നല്ലതാ. പൊളിച്ചു തരട്ടെ കുഞ്ഞാച്ചി? വിശക്കുന്ന രാവിലെ പാപ്പി ഇപ്പം ഉണ്ടാക്കി തരാം കേട്ടോ. കേട്ടോ, അവിടെ പോയിരിക്കേ. ചെല്ല്. കുളിച്ചെടുത്തിട്ടോ? തന്നെ ഇട്ടോ? കൊള്ളാം. ഇതൊക്കെ കാണണോ ഇനി? അവിടെ പോയിരി. ഇപ്പം നമ്മുടെ ചപ്പാത്തി മാവ് ഒരു പരുവായി. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ചാൽ കൊള്ളാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം അത് ഈ ഒരു സാധനത്തിൽ ഉണ്ടാക്കി നോക്കാൻ പോകണം കേട്ടോ. ഇതിവിടെ പണ്ടേ ഉള്ളതാണ്. ഇത് സ്റ്റീലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ എന്നുള്ളത്. ഓക്കെ. ചപ്പാത്തി ആണല്ലോ. കുഞ്ഞാപ്പാത്തി ഇങ്ങനെ ഇരിക്കും. എന്റെ കയ്യിൽ മാവ് വന്നിട്ടുണ്ട്. കോയിസ് എന്നെയാണ് കാണിച്ചേ. ഇതുകൊണ്ട് ഇതിന്റെ പുറത്തെല്ലാം വന്ന് അഴുക്ക. അയ്യോ, തിളക്കാനും പറ്റുന്നില്ല. നീ എന്തോ ചെയ്തടി ഇതിനകത്ത്? നശിപ്പിച്ച് വെച്ചത് കണ്ട ഒറ്റ അടിക്ക് വന്ന്.
അങ്ങോട്ടൊന്ന് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വാവേ? അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വൈശു വന്നിട്ട് ഇതിനകത്ത് ചപ്പാത്തി മാവൊക്കെ ഉരുട്ടി വെച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കുളമായി. പിന്നെ ഞാൻ ആദ്യം തൊട്ട് ഒന്നേന്ന് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ആദ്യം ചുട്ടത് നല്ല കട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെന്ത് വന്നപ്പോഴത്തേക്ക് നല്ല കട്ടിയായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറച്ചും കൂടി ഒന്ന് പരത്താന്ന്. അപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്രയും പരത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഉരുട്ടുന്ന സാധനം വെച്ചിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പിന് കിട്ടുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് വലുതാക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കൊള്ളുന്ന അത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് കേട്ടോ ചപ്പാത്തി. എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര മടിയാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ പൊടിയൊക്കെ എടുത്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്താണോ നമ്മൾ പുട്ട് തേങ്ങയൊക്കെ ഇങ്ങോട്ടിട്ട് കുഴച്ച് കുറ്റിയിൽ വാരി വെക്കുമ്പോഴത്തേക്കും പുട്ട് റെഡിയാവും. ചപ്പാത്തി ആകുമ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇത്രയും പാടുണ്ട്. കുറേ പ്രോസസ്സ് കഴിഞ്ഞാണ് ചപ്പാത്തി റെഡിയായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റി. രാവിലെ കരഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ നിന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് കുറച്ച് മസാലകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പം വലിയ ജീരകം, അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ പൊട്ടിച്ചെടുക്കുക. എനിക്ക് ഈ മസാല പൊടി ചേർക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വാടി കഴിയുമ്പോഴേ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയുടെ പകുതി മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്ത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ മസാലക്കൂട്ട് ഇട്ടതുകൊണ്ട് നമ്മൾ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കേട്ടോ. പക്ഷെ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയില്ലേ? കറക്റ്റ് അല്ലെങ്കിലും എന്താ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയുടെയൊക്കെ കൂടെ ഉള്ളിക്കറി ഉണ്ടാക്കാറ്. പിന്നെ മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ എൻ്റെ വീഡിയോ മിസ്സായി പോയി കേട്ടോ. ഇനി ഓണാക്കിയിട്ട് കിട്ടാനാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അരി കഴുകിയിടുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഞാൻ കാണിച്ചു തന്നിട്ട് വേണ്ടല്ലോ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ രസമുള്ളതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനങ്ങ് കയ്യോടെ തന്നെ ഞാൻ കഴുകി വെക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വന്ന് കഴുകാമെന്ന് വിചാരിച്ചാൽ വാവയൊക്കെ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ കഴുകി വെക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ.
അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പം അവിടെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പ് കയറും. അപ്പോൾ ഇവിടെ എന്ത് കൊണ്ട് വെച്ചാലും അപ്പോഴേ ഉറുമ്പ് കയറുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തുടച്ചിട്ട്, അപ്പം നമ്മുടെ വൈശികയുടെ പഴയൊരു ഉടുപ്പാണ് കേട്ടോ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഴയ തുണികൾ, ഉടുപ്പുകളോ അങ്ങനെ എന്തെങ്കിലും തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടുക്കളയിലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികൾ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കൊഴുവിടാന്നുള്ള അഴുക്ക് പിടിക്കും. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു 5-6 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ തുണി കളഞ്ഞിട്ട് വേറെ തുണി എടുക്കും. അപ്പം നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ പഴയ തുണികൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തിയും ചൂടയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല മത്തിയായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് ചീയാത്ത നല്ല പച്ച മത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വെട്ടാനും കഴുകാനും ഒക്കെ പറ്റി കേട്ടോ. മറ്റേത് ഞാൻ മീൻ വെട്ടി തീരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മീനൊന്നും ബാക്കി കാണത്തില്ല, മുള്ള് മാത്രമേ കാണത്തുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ അഴുകിയ മീനായിരിക്കും. അപ്പം നമ്മൾ വെട്ടിയെല്ലാം കഴുകിയെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുള്ള് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇത് നല്ല പച്ച മത്തി ആയതുകൊണ്ട് അതുപോലെ തന്നെ കിട്ടി കേട്ടോ.
അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചീനിക്ക് അരിഞ്ഞു തന്നത് അമ്മയാണ് കേട്ടോ. അമ്മ അരിഞ്ഞു തന്നു. ബാക്കി അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്തത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വാവ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വൈശിക. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാനൊന്നും ഉണ്ടാക്കാനൊന്നും സമ്മതിച്ചില്ല. ഇടയ്ക്കൊക്കെ ഭയങ്കര ബഹളം നിർബന്ധമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഞാൻ ശരിക്കും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വാവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ മീൻ കറി ആക്കിയിട്ടുണ്ട്, മീൻ വറുത്തു, പിന്നെ ചൂട കിട്ടിയത് നമ്മൾ തോരനാണ് കേട്ടോ ആക്കിയത്. ചൂട വറക്കുകയും ചെയ്തു. അപ്പോൾ വൈശുവിനും വൈശേഖിക്കൊക്കെ ചൂട വറക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂട വറുത്തു. പിന്നെ നമ്മളെല്ലാം ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒരുപാട് അഴുക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ തുടച്ച് കളഞ്ഞു കയ്യോടെ തന്നെ. എന്താണെന്ന് വെച്ചാൽ വാവയൊക്കെ ഏത് നിമിഷമാണ് അവരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ ഉറങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി, അതുപോലെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നും ഒന്നും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടില്ല. ഇതുപോലെ ഇത്രയും ജോലിയൊന്നും കാണില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും കേട്ടോ. നമ്മുടെ അത്യാവശ്യം പാചകമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുടയ്ക്കുകയും തൂക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം ഒന്ന് ചെയ്ത് നോക്കും, അല്ലാണ്ട് ഭയങ്കര വൃത്തിയായിട്ടൊന്നും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, വാവ ഇങ്ങനെ ബഹളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ അടുക്കളയിലോട്ട് കയറുമ്പോഴാണ് പുള്ളിക്കാരി ബഹളം തുടങ്ങുന്നത്. അപ്പോൾ അല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവൾ ബഹളം ഉണ്ടാക്കാറേ ഇല്ല. എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നോളും, കളിച്ചോളും, എന്തെങ്കിലും അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് മാത്രം അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏട്ടനുള്ളത് കൊണ്ടാണ് അന്നേരം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ വാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ചോറ് കഴിക്കുന്നതിന് മുമ്പ് വാവയ്ക്ക് കൊടുക്കാമെന്ന്. അപ്പം അവൾക്ക് വയറ് നിറച്ച് ഒരിടത്ത് ഇരുത്താന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാമല്ലോ. അപ്പം ചില സമയത്ത് അതും സമ്മതിക്കില്ല. നമ്മൾ കഴിക്കുമ്പോഴും ഇതുപോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ആദ്യം കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ആഹാരം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡേ മൊത്തം വാഴിയിട്. കൊള്ളാം. സൂപ്പറാണോ? പാപ്പ സൂപ്പർ അല്ലയോ? നീ ഏത് മുട്ടയാ? നീ ആനമുട്ട വേണോ? വേണോ? കേക്ക് കണ്ട് ചോറ് കാക്കയ്ക്ക് കൊടുക്കാനോ? മോള് തിന്നു കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വരും കാക്ക. കാക്കേ വാ. വൈശി ഇവിടെ കാക്കയൊക്കെ കണ്ടിരുന്ന് ചോറിന് കേട്ടോ. കാക്ക ഇപ്പൊ തന്നെ ആണ്ടേ ചോറ് താണ്ടേ കാക്കേ. ചോറ് ഇങ്ങ് വാ കാക്കേ, ചോറ് ഇന്ന കാക്കേ. മോടെ മുട്ട ഇന്ന് ആനമുട്ട. ആനമുട്ട അങ്ങനെ നേരെ ഇരിക്കേ. ഒരു ഈച്ച ഇവിടെയൊക്കെ നടന്ന് പറക്കുന്നു. നമ്മുടെ ചോറിനകത്ത് കയറാനായിരിക്കും അല്ലയോ? ഒരു ഈച്ച. പോയിച്ച കുഞ്ഞിൻ്റെ ചോറിനകത്ത് കയറാതെ. നല്ല ചോറ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നീ കണ്ടില്ലേ? ഇച്ചപ്പോ പോയിച്ച വഴക്ക് പറ. അമ്മച്ചി ചോറുണ്ടാക്കുന്ന കണ്ടില്ലേ? അടി ഇട്ടു എന്ന് പറ. അടി പോയച്ച. ഇതെന്ത് മുട്ടയാ? പല്ലിമുട്ട. എൻ്റെ സൗണ്ട് കേട്ടോ ഇവിടെ എന്തേലും. അവിടെ പിന്നെ പോവാം, നമുക്ക് തിന്നിട്ട് പോയി നോക്കാം എന്തുവന്ന്. പോവാന്നോ? എന്നാ പോയി നോക്കിട്ടോ.
ചീനി മീൻകറി നീ തിന്നില്ലേ? മീൻ വറുത്തത് ചൂടത്തോരൻ. ആട്ട 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 ആ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു. ദേവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ക്ഷീണിച്ച് ഒന്ന് കുഴഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉറക്കം കഴിയാറായി. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി എഴുന്നേറ്റിട്ട് ഇങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. പല രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരെയൊക്കെ കിടത്തിയത് ഇപ്പം വേറെ എവിടേക്കാണ് കിടക്കുന്നത്. അവേ കാല് നേരെ വെച്ച് കിടന്നേ. വൈഷു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കും കേട്ടോ. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനും പണ്ടിങ്ങനെ കിടക്കുന്നതെന്ന് അമ്മ പറയുന്നേക്കാം. കുഞ്ഞിലെയൊക്കെ ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാനും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ട് ഒന്ന് റെഡി ആവാമെന്ന് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് നമ്മൾ വീട്ടിൽ വരെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സാധാരണ സ്കിൻ കെയർ ഒക്കെ ചെയ്തൊന്ന് റെഡി ആയിരിക്കാമെങ്കിൽ പോകുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്നും ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നും ചെയ്യാറില്ല. എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സമയം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. ചുമ്മാതെ കഴിച്ചു കൊടുന്നു കേട്ടോ. ഞാൻ എന്തിനാ ഒരുങ്ങുന്നത്? ചുമ്മാ ഒരുങ്ങിയാടാ, ചുമ്മാതെ വെറുതെ കുളിച്ചില്ലേ അതുകൊണ്ട്. മോളെ ഒരുക്കാം. എഴുന്നേറ്റ് പോയി ബാത്റൂമിലേക്ക് പോയിട്ടോ. ഫ്രഷ് ആയിട്ടോ എഴുന്നേറ്റ് ചില
ബിസ്ക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു. അത് ദൈവമേ, ബിസ്ക്കറ്റ് ഇരുന്നത് വൈശുവിന് എടുത്ത് കൊടുത്തു, അല്ല വൈശുവിക്ക് എടുത്ത് കൊടുത്തു. അവൾ ബിസ്ക്കറ്റ് തന്നെ പോയി, ഞാൻ എന്ത് കൊടുത്ത് കൊടുത്തു. പണി കിട്ടും. അപ്പോൾ അത് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുമ്പോൾ വൈഷ്ണവിന് ഒരുങ്ങണമെന്നും പറഞ്ഞിട്ട് വന്ന് ക്രീമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പം അവളുടെ ക്രീമുണ്ട്, പണ്ട് കുഞ്ഞിൽ തൊട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഹിമാലയയുടെ ബേബി ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇടും. പിന്നെ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതും ഇടും കേട്ടോ ഇടയ്ക്കൊക്കെ. ഇടാത്തടുത്തൊക്കെ ഇടടി. അത് മാത്രം ഇട്ടാൽ മതി. പിള്ളേര് തന്നെ ഇടും. നന്നായിട്ട് തേക്ക് മുഖത്തൊക്കെ. എന്തോ വെച്ച് ക്രീം തേക്കും. എന്തൊക്കെയാ ഇടുന്നേ? സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ഇനി എന്തുവാ? ഇനിയൊന്നുമില്ല. ഈ പൊട്ടിടണം. കരി എടുത്തു തരട്ടെ? ഞാൻ ഇട്ട് തരട്ടെ? വേണ്ട, ഞാൻ ഇട്ട് തരാം. മതി. മതിയടി. അടുത്ത ആള് വന്നേക്കാണ് ഒരുങ്ങാന്. വൈശിക ദേവി ഓൺ ദ സ്റ്റേജ്. മൂക്ക് എങ്ങാണ് കൊളവാക്കിയ. എവിടൊക്കെ വെച്ച് തേക്കുന്നേ? മതി പാവച്ചി. ഇങ്ങോട്ട് കരിയും കൊണ്ടോ? മതി.
മതി ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ, കരിയും കൊണ്ടോ മതി, വെക്കട്ടെ. ആ സൂപ്പറായി. ഇങ്ങോട്ട് എനിക്ക് പൊട്ട് വേണ്ട, എനിക്ക് വേണ്ട. ഇങ്ങോട്ടോ മതി, നിനക്ക് മതി. എടോ മതിയെന്ന്. അപ്പോൾ നമ്മൾ വൈകിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഞാനും റെഡിയായി, വൈഷു റെഡിയായി. അപ്പോൾ ഏട്ടനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ് കേട്ടോ. വൈശിക്ക് ഒരു വീഡിയോ എടുക്കട്ടെ. ഇങ്ങോട്ട് വാ, വീഡിയോ എടുക്കാം. ഗേറ്റഡ് ആണോ? നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഗേറ്റഡ് ആയിരിക്കും. വന്നിട്ട് പോയാ തുണിക്ക് തയ്ച്ചു കൊടുക്കട്ടെ. എന്തൊരു നോക്കുന്നേ, വെട്ടുന്ന എന്താന്ന് നോക്കുക കേട്ടോ. രണ്ടുപേരോട് ഇങ്ങനെ കയറിയിരുന്ന അമ്മൂമ്മ എങ്ങനെ തയ്ക്കും? എടി പെണ്ണുങ്ങളെ ചിരിക്കുന്നുണ്ടല്ലേ ഇരുന്ന്. നോക്ക് കേട്ടോ എന്ത് കാണിക്കുന്നേന്നൊക്കെ. അപ്പൊ വരുമ്പോ എടുക്കേ ഐശോ, അപ്പൊ വരുമ്പോ കൊടുക്കടി, ഒരുമയുടെ കൊടുക്ക്. മയമയാ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ വഴിയിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ ഇവിടെയൊക്കെ നിന്നാണ് വന്നത്. അച്ഛന് RCCയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വണ്ടാനത്ത് പോകുന്നത്. അപ്പോൾ അച്ഛന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് RCCയിലേക്കാണ് കേട്ടോ എഴുതി തന്നത്. ക്യാൻസറിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം തുടക്കമാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുമെന്നാണ് കേട്ടോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. പിന്നെ എല്ലാം ഒരു ഭാഗ്യം പോണൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അവർ പോയിട്ടുണ്ട്. അപ്പം അവർ പോകുന്നതിന് മുമ്പ് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഇത്രയും നാൾ ഇടാണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറുമെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ആണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.